ഹായ്, ഗുഡ് മോർണിംഗ്. ജീവൻ കെ ഗീത് ലിഖോ, ജീവൻ്റെ പാട്ട് എഴുതുക. ജീവൻ്റെ പാട്ട് എഴുതുക ഒരു മനോഹരമായ കവിതയാണ്. ആ കവിത നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളാണ് പറഞ്ഞു തരിക. ഹം സീക്കേങ്കെ സഹജ ബുദ്ധി, നമ്മൾ സഹജമായ ബുദ്ധിയുള്ളവരായിരിക്കണം. പിന്നെ വിവേകം, സകാരാത്മക സോച്ച് പോസിറ്റീവ് തിങ്കിങ്, സമസ്യ പ്രശ്നങ്ങളിൽ നമ്മൾ സമാധാനം കണ്ടെത്തണം. പ്രകൃതിക്ക് വിഭിന്ന ഉപദാനവും കെ പ്രതി സജഗത, പ്രകൃതിയിലെ വ്യത്യസ്തങ്ങളായ ഉപദാനങ്ങളെ പ്രതി നമ്മൾ ജാഗരൂകതയുള്ളവരായി ഇരിക്കണം എന്നാണ് കവി നമ്മളോട് പറയുന്നത്. ഈ കവിത നമ്മിൽ വളരെയധികം പ്രേരണ തരുന്ന കവിതയാണ്. ദുഃഖത്തിൽ പുഞ്ചിരിക്കുകയും ജീവിതം ഉത്സാഹത്തോടെയും ആഹ്ലാദത്തോടെയും ജീവിക്കൂ. വേദനയിലും നമ്മൾ ഉത്സാഹം നഷ്ടപ്പെട്ടവരായി ഇരിക്കരുത്. നമ്മിൽ ഒരു സങ്കല്പം ഉണ്ടായിരിക്കണമെന്നും പോസിറ്റിവിറ്റി ചിന്താഗതിയിൽ ജീവിക്കുന്നതിനും പ്രേരണ തരുന്നു. സൂര്യനെ പോലെ മറ്റുള്ളവർക്ക് മാർഗദർശികളായി ആകൂ എന്നാണ് കവി നമ്മളോട് പറയുന്നത്. ഇനി നിരാശപ്പെടരുത്, സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ട് ജീവിതം ജീവിക്കൂ എന്ന് കവി നമ്മളോട് പറയുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് കവി നമ്മളോട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കവിത വായിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കേൾക്കുക. जीवन के गीत लिखो, कितनी भी पीड़ा हो तुम हंसते मीत दिखो. संकल्पी आंखों में सूरज के सपने ले, अंधियारी रातों में एक दिया जला दो. पलकों पर जो ठहरे आंसू उनको भी तुम मोती सी कीमत दो. अंदस का प्यार दो और नई रीत लिखो. जीवन के गीत लिखो. मुक्त गगन में उठकर धरती पर जो आया, पंजी से पूछो तो घोंसला ही क्यों भाया. छेद हृदय में गहरे कितने भी हो, लेकिन बांसुरी से पूछो तो मन उसका क्यों आया गाया. दर्द सहो और हंसो, जीवन के गीत लिखो, कितनी पीड़ा हो तुम हंसते में दिखो. डॉक्टर चंद्रकुमार जैन. പാട്ട് തെര ജീവൻ കെ ഗീത് ലിഖോ. ഇത് നമ്മൾ പറഞ്ഞു പോയി കഴിഞ്ഞാണ് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി. ഞാൻ ഒന്ന് വായിച്ചായിരുന്നു, ഒന്നുകൂടെ വായിച്ചു തരാം, ശ്രദ്ധിക്കുക. ജീവൻ കെ ഗീത് ലിഖോ, കിത്നി ഭി പീഡ ഹോ തും ഹസ്തേ മീത് ദിഖോ. संकल्पी आंखों में सूरज के सपने ले, अंधियारी रातों में एक दिया जला दो. पलकों पर जो ठहरे आंसू उनको भी तुम मोती सी कीमत दो. अंदस का प्यार दो और नई रीत लिखो. जीवन के गीत लिखो. मुक्त गगन में उड़कर धरती पर जो आया, पंजी से पूछो तो घोंसला ही क्यों भाया. छेद हृदय में गहरे कितने भी हो, लेकिन बांसुरी से पूछो तो मन उनका क्यों गाया. दर्द सहो और हंसो, जीवन के गीत लिखो, कितनी भी पीड़ा हो तुम हंसते मीत दिखो. ഡോക്ടർ ചന്ദ്രകുമാർ ജൈൻ എഴുതിയ കവിതയാണ് കേട്ടോ. ഡോക്ടർ ചന്ദ്രകുമാർ ജൈൻ. ഓക്കെ. जीवन के गीत लिखो, कितनी भी पीड़ा हो तुम हंसते मीत दिखो. पीड़ा दर्द दुखम, मीत ഫ്രണ്ട്, ജീവൻ ലൈഫ്, ഗീത് പാട്ട്, ലിഖോ ജീവൻ്റെ പാട്ട് എഴുതുക. കിത്നി ബി പീഡ ഹോ, എത്രമാത്രം വേദന നിറഞ്ഞ നിമിഷങ്ങളിലാണെങ്കിലും നീ തും ഹസ്തേ മീത് ദിഖോ, എൻ്റെ എൻ്റെ ഫ്രണ്ട്, നീ ചിരിച്ച മുഖത്തോടെ കാണപ്പെടട്ടെ, നിന്നെ ചിരിച്ച് കാണപ്പെടട്ടെ. നീ ഹസ്തേ മീത് ദിഖോ, നിൻ്റെ മുഖം എപ്പോഴും പ്രസന്നമായിരിക്കട്ടെ. എത്രമാത്രം ബുദ്ധിമുട്ടേറിയ വഴികളിലൂടെയാണ് നീ സഞ്ചരിക്കുന്നതെങ്കിലും നിൻ്റെ മുഖം ചിരിച്ചു തന്നെ ഇരിക്കട്ടെ. കവി सबको सकारात्मक जीवन की प्रेरणा देते हुए कहता है कि ജീവൻ കെ ഗീത് ലിഖോ. എല്ലാവർക്കും പോസിറ്റീവ് തിങ്കിങ് കൊടുത്തുകൊണ്ടാണ് കവി ഇത് പറയുന്നത്. ജീവൻ്റെ പാട്ട് എഴുതുക.
അർത്ഥം ഇതാണ്, നീ ജീവൻ തുടിക്കുന്ന ഹൃദയത്തോടെ നീ ജീവിക്കുക. നിന്റെ ഹൃദയം ദുഃഖത്താൽ നിറഞ്ഞ് നിരാശപ്പെടരുതെന്ന് കവി പറയുന്നു. അനേക ദർദോं में ही മിത്ര തുമേ ഹസ്തേ നജർ ആവോ. എത്രമാത്രം ദുഃഖം നിറഞ്ഞാലും എത്രമാത്രം വേദന നിറഞ്ഞ സമയങ്ങളാണെങ്കിലും എൻ്റെ കൂട്ടുകാരാ, നിന്നെ ചിരിച്ച മുഖത്തോടെ ഞാൻ കാണട്ടെ എന്നാണ് കവി പറയുക. അടുത്ത്, സങ്കൽപ്പി ആँखों में सूरज के सपने ले अंधियारी रातों में एक दिया जला दो पलकों पर जो ठहरे आंसू उनको भी तुम मोती सी कीमत दो अंदस का प्यार दो और नई रीत ലിഖോ. സങ്കൽപ്പി ആँखों നിന്റെ സങ്കല്പം നിറഞ്ഞ കണ്ണുകളിൽ, പ്രത്യാശ നിറഞ്ഞ കണ്ണുകളിൽ, സൂരജ് സ്വപ്നിലോ സൂര്യനെ പോലെ തിളക്കമാർന്ന നല്ല ബ്രൈറ്റ്നസ് ആയിട്ടുള്ള സ്വപ്നങ്ങൾ നീ കാണുക. അന്ധ്യാരി രാത്തോമി ഇരുട്ട് നിറഞ്ഞ രാത്രികളിൽ, അത്രമാത്രം വിഷമം പിടിച്ച സമയങ്ങളിലും ഖുഷിയോം ക ദീപ് ജലാവോ എന്നാണ്. അതായത് സന്തോഷത്തിൻ്റെ ഒരു ദിയ, ഒരു വിളക്ക്, പ്രത്യാശയുടെ ഒരു വിളക്ക് നീ കത്തിക്കുക. ഏക ദിയ ജലാധു. ജീവിതത്തിൻ്റെ ഏറ്റവും വിഷമം പിടിച്ച സന്ദർഭങ്ങളിൽ നമ്മുടെ സമീപത്തുള്ളവർ ആയാലും അവർ അധികമായ ബുദ്ധിമുട്ടേറിയ സമയങ്ങളിൽ അവർ അന്ധകാരത്തിലായിരിക്കും. അവർക്ക് ഒരു വിളക്ക് കത്തിച്ച് കൊടുക്കുമ്പോൾ ആ വിളക്ക്, അതായത് നമ്മളാൽ കഴിയുന്ന ഒരു പ്രത്യാശ അവർക്ക് കൊടുക്കണം. അതാണ് അന്ധ്യാരി രാത്വമേ ഏക ദിയ ജലാധു. നമ്മുടെ ചുറ്റുമുള്ളവരിൽ പീഡിപ്പിക്കപ്പെടുകയും സങ്കടപ്പെടുകയും ചെയ്യുന്നവർക്ക് എന്താണ് നമ്മൾ കൊടുക്കേണ്ടത്? ഒരു ദിയ, ഒരു വിളക്ക് കത്തിച്ചു കൊടുക്കണം. പ്രത്യാശയുടെ ഒരു വിളക്ക് നമ്മൾ കത്തിച്ച് കൊടുക്കണം. പലകോं पर जो ठहरे आंसू उनको भी तुम मोती सी कीमत दो. കൺപോളകൾ, പലകോം എന്ന് പറഞ്ഞ എന്താണ്? കൺപോളകളിൽ നിറഞ്ഞു നിൽക്കുന്ന കണ്ണുനീർ. ആ കണ്ണുനീർ മുത്തിന് സമാനമായ വില നീ കൊടുക്കണം. മോത്തി സി കീമത്ത് ദോ, മുത്തിൻ്റെ വില നീ കൊടുക്കുക. संकल्पी आँखों में सूरज के सपने लो अंधेरी रातों में एक दिया जला दो पलकों पर जो ठहरे आंसू उनको भी तुम मोती सी कीमत दो. സങ്കല്പം നിറഞ്ഞ നിന്റെ കണ്ണുകളിൽ സൂര്യനെ പോലെ പ്രകാശിക്കുന്ന സ്വപ്നങ്ങൾ നീ കാണുക. അന്ധ്യാരി രാത്തോമേ, ഇരുട്ട് നിറഞ്ഞ രാത്രികളിൽ ഏക ദിയ ജലാദോ, ഒരു വിളക്ക് നീ കത്തിക്കുക. പലകോं पर जो ठहरे आंसू, കൺപോളകളിൽ തങ്ങി നിൽക്കുന്ന കണ്ണുനീർ, ഉൻകോബി തും മോത്തി സി കീമത്ത് ദോ, അതിന് നീ മുത്തിൻ്റെ വില കൊടുക്കണം എന്നാണ് കവി പറയുക. അപ്പോൾ നമ്മൾ നമ്മുടെ എല്ലാ വിഷമങ്ങളിലും സന്തോഷത്തോടെ ജീവിക്കണമെന്ന് കവി പറയുന്നു. അന്തസ് കാ പ്യാർ ദോ, അന്തസ് ഹൃദയം, ഹൃദയത്തിലെ സ്നേഹം നീ കൊടുക്കുക. അവർ നയി രീത് ലിഖോ, ഒരു പുതിയ വഴി അല്ലെങ്കിൽ ഒരു പുതിയ രീതി നീ എഴുതി ഉണ്ടാക്കണം എന്ന് കവി പറയുന്നു. സങ്കൽപ്പി आँखों में सूरज के सपने ले अंधियारी रातों में एक दिया जला दो पलकों पर जो ठहरे आंसू उनको भी तुम मोती सी कीमत दो अंदस का प्यार दो और नई रीत लिखो. സങ്കൽപ്പി आँखों में, അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ. ജീവൻ കെ ഗീത് ലിഖോ, ജീവൻ്റെ പാട്ട് നീ എഴുതുക. മുക്ത് ഗഗൻ മേ ഉടുക്കർ ധരതി പർ ജോ आया पंजी से पूछो तो घोंसला ही क्यों भाया. छेद हृदय में गहरे कितने भी हो लेकिन बांसुरी से पूछो तो मन उनका क्यों गाया. दर्द सहो और हंसो. മുക്ത് ഗഗൻ സെ, അതായത് സ്വതന്ത്രമായ ആകാശത്തിലൂടെ, ഉടുക്കർ ധരതി പർ ആയ, ജോ ആയ, പറന്ന് ഭൂമിയിലേക്ക് വന്ന ഒരു പക്ഷി,
പഞ്ചി പക്ഷി സേ പൂച്ചോ, പക്ഷിയോട് ചോദിക്കൂ. തോ ഘോസല ഹി ക്യോം ഭായ, നിനക്കെന്തിനാണ് ഘോസല, നിനക്കെന്തിനാണ് ഒരു കൂടെന്ന് ചോദിക്കുന്നു. ചേത് ഹൃദയമേ ഗഹരെ കിത്നെ ബീഹോ ലേക്കിൻ, ഛേദിക്കപ്പെട്ട ഹൃദയത്തിൽ, ഛേദ ഹൃദയമേ ഗഹരെ കിത്നെ ബീഹോ ലേക്കിൻ ബാസുരി സേ പൂച്ചോ തോ മൻ ഉസ്ക ക്യോം ഗായ. ഛേദം എന്ന് പറഞ്ഞാൽ ദ്വാരം, ഹൃദയം എന്ന് പറഞ്ഞാൽ ഹൃദയം, ഹൃദയം തന്നെ ഹാർട്ട്. ഹൃദയത്തിൽ ഗഹരെ ആഴമുള്ള, എത്ര ഡീപ്പായിട്ടുള്ള, തൻ്റെ ഹൃദയത്തിൽ എത്ര ഡീപ്പായിട്ടുള്ള ദ്വാരങ്ങളുണ്ട് എങ്കിലും, കിത്നെ ബി ഹോ ലേക്കിൻ എങ്കിലും, ബാസുരീസെ, ബാസുരി എന്ന് പറഞ്ഞാൽ ഓടക്കുഴലാണ് കേട്ടോ, ഓടക്കുഴലിനോട് ചോദിക്കുക. ബാസുരി നിങ്ങൾക്കറിയാം, ഓടക്കുഴലിൽ ദ്വാരങ്ങൾ ഇട്ടുവെങ്കിൽ മാത്രമേ അതിലൂടെ സ്വരം ഉണ്ടാവുകയുള്ളൂ. കവി പറയാണ്, ഓടക്കുഴലിൽ എത്ര ദ്വാരങ്ങളുണ്ട്, ആഴത്തിലുള്ള ദ്വാരങ്ങളുണ്ട് എങ്കിലും അവൻ പാട്ട് പാടുകയാണ്. മനുസ്കോ ഗായ, ഓടക്കുഴലിൻ്റെ മനസ്സ് പാടിക്കൊണ്ട് ഇരിക്കുകയാണ്. എന്തിനാണ് നീ ഇത്രയധികം ദ്വാരങ്ങളുണ്ടായിട്ടും നീ എന്തിനാണ് പാടുന്നതെന്ന് ഓടക്കുഴലിനോട് ചോദിക്കുകയെന്ന് കവി പറയുന്നു. ദർദ് സഹോ അവർ ഹസോ, വേദനകൾ സഹിക്കുക പിന്നെ ചിരിക്കുക. ഇതാണ് കവി നമ്മളോട് പറയുന്നത്. മുക്ത് ഗഗൻമേ ഉടുക്കർ ധർത്തി പർ ആയ, പഞ്ചിസെ പൂച്ചോ തോ ഘോസല ക്യോം ഭായ. സ്വതന്ത്രമായ ആകാശത്തിലൂടെ വിഹരിച്ചു കൊണ്ടുവന്ന പക്ഷിയോട് ചോദിക്കുക, എന്തിനാണ് നിനക്ക് ഘോസല, പക്ഷിക്കൂട് എന്തിനാണ്? ഇതാണ് കവി ചോദിക്കുക. ജീവൻ കെ ഗീത് ലിഖോ, കിത്നെ ബി പീഡാ ഹോ തും ഹസ്തേ മേത് ദിഖോ. നീ ജീവൻ്റെ പാട്ടെഴുതുക, എത്രമാത്രം ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും തും ഹസ്തേ മേത് ദിഖോ, നീ ചിരിച്ച മുഖത്തോടെ കാണപ്പെടട്ടെ എന്നാണ് കവി പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വളരെ അധികം മോറൽ തരുന്ന ഒരു കവിതയാണ്. എല്ലാവരും വായിക്കുക, പഠിക്കുക. ഓക്കെ, ജീവൻ കെ ഗീത് ലിഖോ. ഓക്കെ, എല്ലാവരും ഇതുണ്ട്. കുട്ടികളൊക്കെ എത്ര ആഹ്ലാദത്തോടെയാണ് നിൽക്കുന്നതെന്ന് നോക്കിക്കേ, എത്ര രസത്തോടെയാണ് പക്ഷി ഇങ്ങനെ ആകാശത്തിലൂടെ പറന്ന് നടക്കുകയാണ് അല്ലേ. കുട്ടികൾ അപ്പോൾ എത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടോ. അന്ത്യാരി രാത്വമേ ഒരു ദിയ കത്തിക്കുകയാണ്, ഒരു വിളക്ക് കത്തിക്കുകയാണ് കേട്ടോ, അന്തി പിടിച്ച രാത്രിയിൽ, അതായത് ഇരുട്ട് പിടിച്ച രാത്രിയിൽ. ഓക്കെ, എല്ലാവർക്കും പഠിക്കാനുള്ള എല്ലാ കൃപയും തരട്ടെ ദൈവം. താങ്ക് യു.